ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കാലം പോയ സുഖത്തിൽ ആയില്ലല്ലോ ലന്തമില്ലല്ലോ കാലം പോ. എടുക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, എങ്ങനെയാണെങ്കിലും അവകാശങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേടാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാതെ ഞങ്ങൾ പോവില്ല, ഇവിടുന്ന് ഉറപ്പായിട്ടും പോവില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. നമസ്കാരം. സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 8ാം ദിവസം പിന്നിടുകയാണ്. വേതന കുടിശ്ശിക അനുവദിക്കുക, ഓണറേറിയം കൂട്ടുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെങ്കിലും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ. ഇന്നിപ്പോൾ സമരക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അനധികൃതമായി സംഘം ചേർന്നതടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഒരു സമവായത്തിനില്ല എന്നാണ് മനസ്സിലാകുന്നത്. ധനവകുപ്പാണ് ഇതിൽ ആദ്യം തീരുമാനം അറിയിക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കേസെടുത്താലും പിന്നോട്ടില്ലെന്ന് ആശാ വർക്കേഴ്സും പറയുമ്പോൾ വരും ദിവസങ്ങളിൽ സമരക്കാർക്കെതിരെ തുടർ നടപടി ഉണ്ടാകുമോ അതോ അവരെ അനുനയിപ്പിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇതടക്കമുള്ള വാർത്തകൾ കാത്തിരിക്കുന്നുണ്ട്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർച്ച് 1 മുതൽ മീറ്റർ ഇട്ട് ഓടിക്കാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ കടുത്ത നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ്. സ്റ്റിക്കർ പതിപ്പിച്ചിട്ടും മീറ്റർ ഇടാതെ സർവീസ് നടത്തിയാൽ പെർമിറ്റ് റദ്ദാക്കും എന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മീറ്റർ ഇടാതെ വണ്ടി ഓടിച്ചാൽ യാത്രക്കാർ പണം നൽകരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇതിന്റെ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, നേരത്തെ തന്നെ ഈ മീറ്റർ ഇട്ട് ഓടിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ അത് അത്ര കർശനമായി നടപ്പാക്കിയിരുന്നില്ല. ചില പരിശോധനകളിൽ അത് ഒതുങ്ങുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മീറ്റർ ഇട്ട് ഓടിക്കാത്ത ഓട്ടോറിക്ഷകൾക്ക് യാത്രക്കാർ പണം നൽകരുത് എന്ന നിർദ്ദേശം കൂടി, ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ കൂടി മോട്ടോർ വാഹന വകുപ്പ് കാര്യങ്ങളെ കാണുന്നു. കൂടുതൽ കടുത്ത സമീപനത്തിലേക്ക് പോകുന്നു. എന്താണ് വിശദാംശങ്ങൾ അജീഷ് ജയകുമാർ? റീജിത്ത്, എന്തായാലും സംസ്ഥാനത്ത് പലയിടത്തു നിന്നും ഈ മീറ്റർ ഇടാതെ ഓട്ടോറിക്ഷകൾ ഓടിക്കുകയും യാത്രക്കാരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരാതി വ്യാപകമായതോടെയാണ് ഇങ്ങനെ നടപടി കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. മാർച്ച് 1 മുതലായിരിക്കും ഈ കർശനമായ നടപടിയിലേക്ക്, അതായത് മീറ്റർ ഇട്ടില്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കും. ആ ഓട്ടോറിക്ഷയ്ക്കെതിരെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് പരിശോധന നടത്തി അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് റദ്ദാക്കും എന്ന് തന്നെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഈ ഓട്ടോറിക്ഷകളിലൊക്കെ തന്നെ ഒരു സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് മീറ്റർ നിർബന്ധമായും ഇടണം, ഇത് യാത്രക്കാർ ചോദ്യം ചെയ്യണം എന്ന് പറയുന്ന സ്റ്റിക്കർ നിർബന്ധമാക്കിയിരുന്നു നേരത്തെ തന്നെ. ഇത്തരത്തിൽ സ്റ്റിക്കറുള്ള ഓട്ടോകളിലും ഒപ്പം തന്നെ ഈ ഗ്രാമങ്ങളിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾ, ഈ ഗ്രാമങ്ങളിലെ ഓട്ടോറിക്ഷകളിലാണെങ്കിൽ ഈ മീറ്ററിന് പുറമെ 20% ചാർജ് കൂടി ഈടാക്കാവുന്നതാണ് യാത്രക്കാരിൽ നിന്ന്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും അവർ മീറ്റർ ഇട്ടിരിക്കണം. മീറ്റർ ഇട്ടില്ലെങ്കിൽ അവർക്ക് പണം നൽകേണ്ട എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത്. ഇത് മാർച്ച് 1 മുതലായിരിക്കും കർശനമാക്കുക. നിലവിൽ ഈ ഓട്ടോറിക്ഷ അല്ലാത്ത ഓൺലൈൻ ഓട്ടോറിക്ഷ, അതായത് ഊബർ ഓട്ടോറിക്ഷകളുണ്ട്, അല്ലാതെ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോറിക്ഷകളുണ്ട്. ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. കാരണം ഈ ഊബർ ഓട്ടോറിക്ഷകളിലൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കണക്കാക്കി തന്നെയാണ് മുൻകൂട്ടി ചാർജ് നിശ്ചയിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഊബർ ഓട്ടോകളിൽ ചാർജ് കുറവാണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടി ട്രാൻസ്പോർട്ട് വകുപ്പ് ഒരു നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ്. അതായത് ഇതിൻ്റെ ചാർജ് ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക്. ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്. ഈ ചാർജ് വർധനയും അതേപോലെ തന്നെ ചാർജ് ഏകീകരിക്കുന്ന കാര്യത്തിലടക്കം ഇതിൽ അടക്കം വരും ദിവസങ്ങളിൽ തന്നെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജേഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റിക്കർ പതിപ്പിച്ചിട്ടും മീറ്റർ ഇടാതെയാണ് സർവീസ് നടത്തുന്നതെങ്കിൽ പെർമിറ്റ് പോകുന്ന കേസായി അത് മാറും. അതുപോലെ ഈ മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് യാത്രക്കാർ പണം നൽകരുത് എന്നുള്ള നിർദ്ദേശം കൂടി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. CPM-നെതിരെ ഭീഷണിയും അസഭ്യവർഷവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കണ്ണൂരിലെ CPM-കാരെ കോൺഗ്രസുകാരും ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ടെന്ന് ഓർക്കണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അനുസ്മരണ ചടങ്ങിലായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം.
എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്? CPM-ന് എന്ത് കിട്ടി? CPM ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ CPM-ന്? എന്ത് കിട്ടി CPM-ന്? 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. കണ്ണൂരിലെ കോൺഗ്രസിന് ഈ CPM-ന്റെ അക്രമത്തെയൊന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ. അത് സ്വാഭാവികമാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ പരോളിലിറങ്ങി നാട്ടിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. ഇപ്പോ പരോളിന് അപേക്ഷിച്ചിട്ടുള്ള 2 CPM-ന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രൻ, അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിലിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി കാസർഗോട്ട് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായൊരു വേദിയാണ്. പക്ഷേ അവിടെ KPCC അധ്യക്ഷൻ നടത്തിയ പരാമർശങ്ങൾ അത് അതിരുവിട്ടുപോയല്ലോ. അരുൺ പാറയ്ക്കൽ. റിജിത്ത്, കഴിഞ്ഞ ജനുവരി 3-നാണ് കൊച്ചി CBI കോടതി പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞത്. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റുള്ളവർക്ക് 5 വർഷം തടവ് ശിക്ഷയുമായിരുന്നു കോടതി വിധിച്ചത്. അതിനുശേഷം CPM നേതാക്കൾ ഉൾപ്പെടെ, അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗവും ഉദുമ മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ജാമ്യം അനുവദിച്ചതിന് ശേഷം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. അതിനുശേഷം നടക്കുന്ന ആദ്യ അനുസ്മരണ യോഗമാണ്, 6ാമത്തെ അനുസ്മരണ യോഗമാണ്. ഈ യോഗത്തിലാണ് കെ സുധാകരൻ CPM നേതാക്കൾക്കെതിരെ ഭീഷണിയും അതുപോലെ തന്നെ അസഭ്യവർഷവുമായി രംഗത്തെത്തിയത്. കണ്ണൂരിലെ CPM നേതാക്കളെ അവരെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഒപ്പം അവരെ ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ട്. അതൊക്കെ CPM നേതാക്കൾ ഓർക്കണമെന്നാണ് കെ സുധാകരൻ്റെ ഭീഷണി ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ മറുപടി ഉണ്ടായത്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് എന്താണ് ഇതിൽ നിന്ന് ഈ ഒരു ഇരട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം CPM നേതാക്കൾക്ക് എന്ത് ലാഭമുണ്ടായി എന്ന് പറയണം. അത് അസഭ്യവർഷം നടത്തിയാണ് ഈ CPM നേതാക്കൾക്കെതിരെ കെ സുധാകരൻ പ്രതികരിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചില മാന്യതകൾ അദ്ദേഹം പാലിക്കണമായിരുന്നു, അതുണ്ടായില്ല. പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ടായിരുന്നു KPCC അധ്യക്ഷൻ്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞത് പരോളിൽ ഇറങ്ങിയതിനു ശേഷം സുബീഷും സുരേന്ദ്രനും സ്വൈര്യമായി ഈ നാട്ടിൽ നടക്കാമെന്ന് കരുതേണ്ട, അതിനുള്ള മറുപടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ അറിയാമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് കെ സുധാകരനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. റിജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ പ്രസംഗത്തിലുടനീളം KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് CPM-ന് ഭീഷണി, അധിക്ഷേപമായ ചില പ്രയോഗങ്ങൾ, അതിര് വിട്ടുപോകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. വലിയ വിമർശനം സ്വാഭാവികമായും CPM-ഉം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന കോൺഗ്രസിൽ തലവേദന സൃഷ്ടിച്ച ശശി തരൂരിന്റെ ലേഖന വിവാദത്തിൽ ഇടപെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം. AICC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ ശശി തരൂരുമായി സംസാരിച്ചു. അതിനിടെ CPM-നെ നരഭോജി എന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചത് വീണ്ടും വിവാദങ്ങൾക്ക് ഇടയാക്കി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖന വിവാദത്തിന് പിന്നാലെ അസാധാരണ നീക്കങ്ങളും പ്രതികരണങ്ങളുമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ശശി തരൂരിനുണ്ടായിരുന്നു. ഈ പരാതികൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തരൂർ തന്നെ കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഭൂതമാണ് ലേഖന വിവാദമെന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട്. വിവാദം പാർട്ടിക്കുള്ളിൽ പ്രശ്നമായതോടെയാണ് AICC നേതൃത്വത്തിന് ഇടപെടൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടു. ശശി തരൂരിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം എടുത്ത് നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ച നിലപാടിലാണ്. ശശി തരൂരിനെ കണക്കുകൾ നിർത്തി ബോധ്യപ്പെടുത്തുമെന്ന് VD സതീശൻ. അത് ഇന്നലെ പറഞ്ഞല്ലോ, കറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിന്. ഇതിനിടെയാണ് CPM-നെ വിമർശിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ പിൻവലിച്ചത്. CPIM നരഭോജികൾ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷി ദിനം എന്നായിരുന്നു ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ CPM നരഭോജികൾ എന്നുള്ളത് ഒഴിവാക്കി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടു.
ഇതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാന നേതൃത്വത്തെ തള്ളിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ നിലപാട് ഹൈക്കമാൻഡ് ഇടപെടൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് സൂചന. പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുമ്പോൾ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് തരൂരിന്റെ ശ്രമം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന പരാതി ശശി തരൂരിനുണ്ട്. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനം അബദ്ധവശാൽ സംഭവിച്ചതല്ലെന്നാണ് സൂചന. സംസ്ഥാനത്ത് വിവാദമുണ്ടാവുകയും അതുവഴി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധ ഇവിടേക്ക് എത്തിക്കുകയുമാണ് തരൂർ ലക്ഷ്യമിട്ടത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തന്നെ സംസ്ഥാന നേതാക്കൾ പരിഗണിക്കുന്നില്ല എന്നതാണ് തരൂരിന്റെ പരാതി. പ്രോട്ടോകോൾ പ്രകാരം AK ആന്റണിക്ക് ശേഷം സംസ്ഥാനത്ത് പരിഗണിക്കേണ്ടത് തന്നെയാണെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. അതുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി വേദികളിൽ പോലും തരൂരിന് അവസരം ലഭിക്കുന്നില്ല. പലപ്പോഴും ക്ഷണിതാവായി യോഗത്തിൽ വന്നിരുന്ന ശേഷം സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാതെ മടങ്ങുകയാണ് പതിവ്. രമേശ് ചെന്നിത്തലയ്ക്കും കൊടിക്കുന്നിൽ സുരേഷിനും സംസാരിക്കാൻ അവസരം ലഭിക്കുന്നിടത്ത് എന്തുകൊണ്ട് തനിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് തരൂർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇന്ദിരാഭവനിൽ സ്വന്തമായ ഒരു മുറി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇത് സംസ്ഥാന നേതൃത്വത്തിനെതിരായ തരൂരിന്റെ പരാതിയാണ്. ദേശീയ നേതൃത്വവുമായും ചില അകൽച്ചകൾ ശശി തരൂരിനുണ്ട്. രാഹുൽ ഗാന്ധിയുമായി കൂടിയാലോചനയ്ക്ക് സമയം ചോദിച്ചിട്ട് പോലും ലഭിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് തരൂരിന്റെ ലക്ഷ്യം. 24 തിരുവനന്തപുരം. ഫേസ്ബുക്കിൽ CPM-നെതിരായ നരഭോജി പരാമർശം പിൻവലിച്ച സംഭവത്തിൽ ശശി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ. KSUവിന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. നരഭോജികൾ തന്നെയാണ്, ആരല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. ഷുഹൈബ്, കൃപേഷ്, ശരത്ലാൽ എന്നിവർ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊന്നുതള്ളിയ സഹോദരങ്ങളെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ലേഖന വിവാദം പാർട്ടിയെ വെട്ടിലാക്കിയതിനിടെ, ശശി തരൂരിൻ്റെ സമീപനം പാർട്ടിയെ വെട്ടിലാക്കിയതിനിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. പിന്നീട് അതിലെ പരാമർശങ്ങൾ, നരഭോജി പരാമർശം പിൻവലിക്കുന്ന നിലയിലേക്ക് പോകുന്നത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. എന്താണ് ഈ പോസ്റ്ററിന്റെ ഉള്ളടക്കം? ആരാണ് പിന്നിൽ? ജയശങ്കർ. അതായത് ശ്രീജിത്ത്, കോൺഗ്രസിൽ ശശി തരൂരിനെതിരായ എതിർപ്പുകൾ പരസ്യമാവുകയാണ്. ആദ്യഘട്ടത്തിൽ ശശി തരൂർ സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനം പുറത്തിറക്കിയെങ്കിൽ പിന്നീട് ഇപ്പോൾ രക്തസാക്ഷികളെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ നടപടികളെന്നാണ് പാർട്ടി മൊത്തത്തിൽ പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ശശി തരൂരിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ KSUവിന്റെ പേരിൽ ഒരു പോസ്റ്റർ പതിക്കപ്പെട്ടിരിക്കുന്നത്. നരഭോജികൾ തന്നെയാണ്, ആര് അല്ലെന്ന് പറഞ്ഞാലും എന്നാണ് ഈ പോസ്റ്ററിന്റെ ഉള്ളടക്കം. KSUവിന്റെ കൊടി ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ സ്ഥാപിക്കപ്പെട്ടത്. ആര് സ്ഥാപിച്ചു എന്ന കാര്യത്തിൽ വ്യക്തമില്ല. പക്ഷേ KSUവിന്റെ പേരിലാണ്. KSUവിന്റെ കൊടി ഉൾപ്പെടെ ഈ പോസ്റ്ററിനൊപ്പം ഉണ്ട്. KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഗോപു നെയ്യാറും സമാനമായ രീതിയിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ MPയുടെ ഓഫീസിന് മുന്നിൽ എത്തിയത്. എന്തായാലും പാർട്ടി നേതൃത്വത്തിന്റെ ഉൾപ്പെടെ അറിവോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ KSU പ്രവർത്തകർ ഈ പോസ്റ്റർ പതിച്ചെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷമുണ്ട്. അത് വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. എന്തായാലും KSU ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശശി തരൂരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകളിലേക്ക്, പരസ്യ നിലപാടുകളിലേക്ക് കടന്നേക്കും. അതിന്റെ കൂടി സൂചന എന്നോണമാണ് MP ഓഫീസിന് മുന്നിൽ പരസ്യമായി KSUവിന്റെ കൊടി ഉൾപ്പെടെ കുത്തിക്കൊണ്ടൊരു പ്രതിഷേധ പോസ്റ്റർ സ്വന്തം MPക്കെതിരെ നിലവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രീജിത്ത്. ശരി, AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ ഈ ഓട്ടോറിക്ഷകൾ മീറ്റർ ഇട്ട് തന്നെ ഓടണം, അത് ഉറപ്പാക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി അത് അഭിനന്ദനാർഹമാണ് എന്നുള്ള കാര്യം ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ദിനേശ് ഹരിപ്പാടിനെ പോലുള്ള പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആശാ വർക്കേഴ്സിൻ്റെ സമൂഹത്തിലെ സേവനം, അവരുടെ ഇടപെടലെല്ലാം മറന്ന് അവർ നമുക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊന്നും മറന്നുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാവരുത്. അവർ ഉയർത്തുന്ന ആവശ്യങ്ങളിൽ കഴമ്പുണ്ട്, അതിനെ അനുഭാവപൂർവ്വം സമീപിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രാമമേഖലയിലൊക്കെ അവരുടെ സേവനം അത് സർക്കാർ കാണാതെ പോകരുത് എന്നുള്ള കാര്യം ദിനേശ് ഹരിപ്പാടിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. നോക്കാം എന്താണ് അതിൽ സംഭവിക്കുക എന്നുള്ളത്. സമരം 8 ദിവസമായിട്ടുണ്ട്. സർക്കാർ തലത്തിൽ മറ്റു കൂടിയാലോചനകൾ അത് ഒരു അനുനയത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കാം എന്താണ് അതിൽ സംഭവിക്കുന്നത്. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേളയുടെ സമയത്ത് കമന്റ് ബോക്സിലേക്ക് കണ്ണോടിച്ചപ്പോൾ ശശി തരൂരിൻ്റെ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ശശി തരൂരിനെ പിന്തുണച്ചും എതിർത്തും ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിയെന്ന് വിമർശിച്ചും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ മീറ്റർ ഇടാതെ ഓട്ടോറിക്ഷകൾ ഇനി ഓടരുത്, കർശനമായി അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടപടിയിലേക്ക് കടക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ളത് നല്ല തീരുമാനമാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്ന കാര്യത്തിൽ നമുക്ക് നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമം അത് കർശനമായി നടപ്പാക്കുന്നുണ്ട് നമ്മുടെ നിരത്തുകളിൽ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് സർക്കാർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങൾ
ബേബിച്ചൻ ജോസഫിനെ പോലുള്ള പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. സമയത്തിനനുസരിച്ച് അവരുടെയൊക്കെ കമൻറ്റുകൾ, നിർദ്ദേശങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. തൃശൂർ പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാന്തയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം ഉണ്ടായത്. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ലഭിച്ച സെല്ലോ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ പന്ത് പോലെയുള്ള ഒരു വസ്തു വിദ്യാർത്ഥികൾ തട്ടിക്കളിക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ഇത് സ്കൂളിന്റെ വരാന്തയിൽ ഇതെങ്ങനെ എത്തി? സൂരജ്. TK ബോംബ് സ്ക്വാഡ് അടക്കം എത്തി ഇപ്പോൾ വിശദമായ പരിശോധന ഈ സ്കൂളിൽ നടത്തിയിട്ടുണ്ട്. എന്ത് സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ നിലവിൽ പോലീസ് അടക്കം ഈ പരിശോധിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലേക്ക് ഈ സ്ഫോടക വസ്തു എങ്ങനെ എത്തി എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഒരു ബോൾ രൂപത്തിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റിയ ഒരു ബോൾ രൂപത്തിലുള്ള വസ്തു അവിടെ കിടക്കുന്നു. കുട്ടികൾ ഇത് മനസ്സിലാക്കാതെ ഇത് തട്ടിക്കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു +1 വിദ്യാർത്ഥിയുടെ കാലിന് ചെറിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. ഈ മേഖലയിൽ, പ്രത്യേകിച്ച് പഴയന്നൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഈ കാട്ടുപന്നിയെ വേട്ടയാടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാട്ടുപന്നിയെ തുരത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ച സ്ഫോടക വസ്തു തെരുവുനായ കടിച്ചുകൊണ്ടുവന്ന സ്കൂളിൽ ഇട്ടതാകാം എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. നേരത്തെയും ഈ പഴയന്നൂർ മേഖലയിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പന്നിയും മറ്റും ഈ സ്ഫോടക വസ്തു കടിച്ച് അപകടത്തിൽപ്പെട്ടതൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. സമാനമായ സാഹചര്യമായിരിക്കും ഇന്നും ഉണ്ടായത്. സമാനമായ സ്ഫോടക വസ്തു ആയിരിക്കും ഇന്നും കണ്ടെത്തിയതെന്നുള്ളതാണ് പ്രാഥമികമായി നൽകുന്ന നിഗമനം. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. എങ്ങനെയാണ് ആ സ്ഫോടക വസ്തു ആ സ്കൂളിന്റെ വരാന്തയിൽ വന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കട്ടെ. NCPയിലെ തർക്കം, PC ചാക്കോയുടെ രാജിക്ക് പിന്നാലെ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം. നിരന്തരമായത് വാർത്തകളിൽ ഇടം പിടിക്കുന്നതാണ്. NCPയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തോമസ് കെ തോമസ് തന്നെ NCPയുടെ അടുത്ത അധ്യക്ഷനാകും. ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ. പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര നിരീക്ഷകനെ കേരളത്തിലേക്ക് അയക്കാനും ശരത് പവാർ തീരുമാനിച്ചു. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താനാണ് ചാക്കോയെയും AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ശരത് പവാർ മുംബൈക്ക് വിളിപ്പിച്ചത്. 3 മണിക്കൂറോളം യോഗം നീണ്ടു. രാജിയിൽ മനംമാറ്റമുണ്ടോ എന്ന് പവാർ ചാക്കോയോട് ചോദിച്ചു. ഇല്ലെന്നു മറുപടി. മന്ത്രിമാറ്റത്തിലടക്കം പാർട്ടി തീരുമാനം നടക്കാതെ പോയതിലെ നീരസം PC ചാക്കോ ധരിപ്പിച്ചു. പുതിയ അധ്യക്ഷനാവാനുള്ള താല്പര്യം പിന്നാലെ തോമസ് കെ തോമസ് തന്നെയാണ് യോഗത്തിൽ അറിയിച്ചത്. AK ശശീന്ദ്രനും പിന്താങ്ങിയതോടെ പവാറും ആ ധാരണയോട് അനുകൂല നിലപാടെടുത്തു. എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ചാക്കോ വാദിച്ചു. ഇതോടെ മുൻ മന്ത്രി മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവുമായ ജിതേന്ദ്ര അവാദിനെ കേരളത്തിലെത്തി യോഗം വിളിച്ച് തീരുമാനം പ്രഖ്യാപിക്കാൻ പവാർ ചുമതലപ്പെടുത്തി. ഇന്നത്തെ യോഗശേഷം പ്രതികരിക്കാൻ PC ചാക്കോ തയ്യാറായില്ല. മീറ്റിംഗിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു മീറ്റിംഗിന്റെ കാര്യം? തോമസ് കെ തോമസ് ആവട്ടെ സന്തോഷം മറച്ചുവെച്ചില്ല. ഒരുപാട് പേരൊന്നും പരിഗണിക്കുന്നില്ല. അല്ല, അദ്ദേഹം തീരുമാനിക്കട്ടെ. PC ചാക്കോ പിന്നെ റിസൈൻ ചെയ്തു, പവാർജി ആക്സെപ്റ്റ് ചെയ്തു ഇല്ല നമുക്കറിയില്ല, നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ചെയ്താലും ഇല്ലെങ്കിലും അവിടെ വന്ന് പുതിയ അധ്യക്ഷൻ ചിലപ്പം അത് എന്താണെന്നുള്ള അവിടെ വന്നിട്ട് തീരുമാനിക്കും. അത് ആൾക്കാരുടെ അഭിപ്രായം എടുക്കട്ടെ, ആരാ വേണം. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങിയ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൊണ്ട് തൃപ്തനാവുകയാണ്. AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നായതോടെ സംസ്ഥാന തലത്തിൽ PC ചാക്കോ കൂടുതൽ പ്രതിരോധത്തിലുമായി. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ദേശീയപാത അതോറിറ്റിക്കെതിരെ ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ കുഴിയിൽ വീണ് മരിച്ച രഞ്ജിത്തിന്റെ കുടുംബം. അപകടമുണ്ടായത് NHAയുടെ അനാസ്ഥ മൂലമാണ്. ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ദേശീയപാത അതോറിറ്റി തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനവും അവർ ഉയർത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നും രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അവരെ അനാസ്ഥനെ കൊണ്ട് മാത്രം സംഭവിച്ചതാ. അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവനോടെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. എന്ത് സംഭവിച്ചാൽ തന്നെ അവിടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനൊരു വെളിച്ചവും ഇല്ല. ഇപ്പം ഞാൻ നിവേദനം കൊടുത്തതിൻ്റെ ഒരു മറുപടി മുഖ്യമന്ത്രിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ലീഗലായിട്ട് കേസ് ഫയൽ ചെയ്ത് പോകേണ്ടി വരും. കലക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഇതിന്
അവരെ ഭാഗത്തുനിന്ന് എനിക്ക് ആളുകൾ പറഞ്ഞതാണ് ശരിക്കും അവർ ഇതിന് അന്വേഷിച്ച് വരേണ്ടതാണ്. നമ്മൾ അതോറിറ്റിക്കാർ എല്ലാവരും ചോദിക്കുന്ന അതോറിറ്റിക്കാർ വന്നോ എനിക്ക് അത്രയും അറിയൂ, ഇതിൻ്റെ ലീഗൽ ഇതറിയില്ല. അതോറിറ്റിക്കാർ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അവർ വന്നിട്ട് എനിക്ക് തരുന്നതാണോ അതോ പോലീസാണോ വേണ്ടത് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും എനിക്കൊരു ഇത് വന്നിട്ടില്ല, സപ്പോർട്ടിന് ആരും വന്നിട്ടില്ല. എന്താ ഫർദർ ചെയ്യാനുള്ളത് കാര്യങ്ങൾക്ക് വന്നിട്ടില്ല. മോളിത്ര വയസ്സായിട്ടല്ലേ ഉള്ളൂ, അവളുടെ പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാധ്യതകളൊക്കെ തീർന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ 2 ജോലികളൊക്കെ എടുത്തത്. അപ്പോൾ അതുവരെ ബ്ലോക്കായി പോയില്ലേ. ഇനിയിപ്പോൾ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ ഇതാകും. വീടും ഒന്നുമില്ല, സേവിങ്സ് ആയിട്ടൊന്നുമില്ല. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ആരുടെയും സഹായമോ പിന്തുണയോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കുടുംബത്തിൻ്റെ പരാതി ഗൗരവതരമാണ്. ഒരു അനാസ്ഥയുടെ ഇരയുമാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ. എന്താണ് ഇതിൽ കുടുംബം ഇനി മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തേക്ക് 15 ദിവസമാകുന്നു ഈ ഒരു സംഭവം നടന്നിട്ട്. അവർ പറയുന്നത് ഈ കാലയളവിൽ ഇതുവരെ ആരും അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതായത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരണം നടന്ന് 3ാമത്തെ ദിവസം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നവർ ആദ്യഘട്ടത്തിൽ 3 ലക്ഷം രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു വെള്ള കടലാസിൽ എന്താണ് ഇനി ആവശ്യമെന്ന് എഴുതി ഒപ്പിട്ട് നൽകാൻ ഇവരുടെ രഞ്ജിത്തിൻ്റെ ഭാര്യ, അതായത് ഇപ്പോൾ സംസാരിച്ച പ്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3ാമത്തെ ദിവസം മരണം നടന്ന് ഗൃഹനാഥൻ നഷ്ടപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്ന 3ാമത്തെ ദിവസം എങ്ങനെയാണ് ഇത്തരം ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക? ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല പ്രിയയും കുടുംബവും ആ സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അവർ തിരിച്ചുപോയി. പക്ഷേ പിന്നീട് ഈ ഒരു ദിവസത്തിനിടെ ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഈ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആ ദിവസം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയൊരു കുഴിയാണ്, ദേശീയപാത നിർമ്മാണം നടക്കുന്നു. ആ നിർമ്മാണം നടക്കുന്ന റോഡിൻ്റെ സമീപത്താണ് ഈ കുഴിയുള്ളത്. ഒരു ബാരിക്കേഡോ അല്ലെങ്കിൽ അപകട സൂചന ബോർഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയാണ് രഞ്ജിത്ത് ഈ കുഴിയിൽ വീഴുന്നത്. പിന്നീട് പുലർച്ചെയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിൻ്റെ മൃതദേഹം കാണുന്നത്. ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ബാരിക്കേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ചേവായൂർ പോലീസായിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരാതി, നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഭാര്യ പ്രിയ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം കാണുന്നത്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നും പ്രിയ പറയുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇവരുടെ ഒരു അത്താണിയായിരുന്നു രഞ്ജിത്ത്. അത്തരം ഒരാളാണ് നഷ്ടപ്പെട്ടുള്ളത്. മകൾ LKGക്ക് പഠിക്കുന്ന മകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സഹായമില്ലാതെ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. രഞ്ജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വലിയൊരു അനാസ്ഥയുടെ ഇരയാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ കുടുംബത്തിന് നീതി കിട്ടണം. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ അധികൃതർക്ക് എങ്ങനെയാണ് ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയുക എന്നുള്ള കാര്യം അവരും ഗൗരവത്തോടു കൂടി ആലോചിക്കട്ടെ. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെ ആലപ്പുഴയിലെ നൂറിനാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ആകെ 8 പ്രതികളാണ് കേസിലുള്ളത്. കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് പോലീസിന്റെ FIR. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് RSS എന്ന് ആവർത്തിക്കുകയാണ് CPIM. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇന്ന് ഉച്ചയോടെ പോലീസ് നൂറനാട് എന്ന് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഈ ആയുധങ്ങളാണോ കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തും. കേസിലെ പ്രതിയായ ആരോമലും കൊല്ലപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന അനന്തവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ ആക്രമണത്തിലേക്കും അരുംകൊലയിലേക്കും എത്തിയത്. FIRൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന പരാമർശമില്ല. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് CPIM ആരോപിക്കുന്നു. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഒരു അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. ആരോപണം തള്ളി BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ്. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. തന്റെ മകന് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും ടിപ്പർ ഉടമകളുടെ CITU സംഘടനയിൽ മകൻ അംഗത്വമുണ്ടെന്നും കേസിൽ 1-ാം പ്രതി നിഖിലേഷിന്റെ അമ്മ മിനി. എൻ്റെ കുഞ്ഞ് ഇന്ന് വരെ വയസ്സ് 30 ഉണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ അവൻ പോയിട്ടില്ല. പിന്നെ CITUവിൻ്റെ ടിപ്പർ അസോസിയേഷൻ ഉണ്ട്.
അതിനകത്തിൽ അവൻ പോവായിരുന്നു. അതായത് കല്ലെടുക്കാൻ ചെല്ലുമ്പം അവിടെ അവർക്ക് മുൻഗണന കിട്ടണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഒരു CATU അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ പഠിക്കുന്ന കാലത്ത് ഒരു പാർട്ടിയിലും പോകത്തില്ല. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റാന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 പത്തനംതിട്ട. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണക്കേസ് പ്രതി റിജോ ആന്റണിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതിയുടെ വീട്ടിലും ഫെഡറൽ ബാങ്കിലും റിജോ പണം തിരികെ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച തുകയിൽ 14,90,000 രൂപ കണ്ടെത്തി. പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോയെ കുടുക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷണം ആസൂത്രണം ചെയ്തതിന് പിന്നാലെ സുഹൃത്തുക്കളുമായി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന റിജോ ആന്റണിയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. ഒരിക്കലും പിടിവീഴില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. പക്ഷേ CCTV ദൃശ്യങ്ങളും പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും റിജോയെ കുടുക്കി. ഒടുവിൽ കുറ്റമേറ്റു പറഞ്ഞ റിജോ പോലീസിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ബാങ്ക് ജീവനക്കാർ ചെറുത്തിരുന്നുവെങ്കിൽ മോഷണം നടക്കില്ലായിരുന്നുവെന്നാണ് റിജോയുടെ മൊഴി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ 12 ലക്ഷം രൂപ കണ്ടെത്തി. റിജോയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 2.9 ലക്ഷം രൂപയും കത്തിയും ലഭിച്ചു. 10,000-ഓളം രൂപ പ്രതി ചെലവാക്കിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. 4 ദിവസം മുൻപ് ബാങ്കിലെത്തിയ റിജോ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ബാങ്കിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നുറപ്പിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ആഡംബര ജീവിതത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ റിജോ ബാങ്ക് കൊള്ളയടിച്ചെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. 24 തൃശൂർ. കമന്റ് ബോക്സിൽ മാത്യു എന്ന് പറയുന്ന പ്രേക്ഷകൻ കുറിക്കുന്നത്, ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ കുഴിയിൽ വീണ് മരിച്ച ഈ രഞ്ജിത്തിൻ്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ആ കുടുംബത്തെ ഇതിൻ്റെ നിസ്സഹായ അവസ്ഥ അവർക്ക് പിന്തുണയുമായി ഒപ്പം അധികൃതർ ഉണ്ടാകണം എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടി ആലോചന നടത്തട്ടെ എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരാൻ സാധ്യത. കഴിഞ്ഞ 5 വർഷത്തെ പാർട്ടിയുടെ മുന്നേറ്റം കെ സുരേന്ദ്രന് മെറിറ്റാകും. ഇക്കാര്യത്തിൽ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. അധ്യക്ഷ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കെ സുരേന്ദ്രൻ തെറിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുവരെ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ളൊരു തീരുമാനം, അത്തരത്തിലൊരു ധാരണ ദേശീയ നേതൃത്വം നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനിടയിലുണ്ടായ ചില നീക്കങ്ങൾ, അതിന് പിന്നാലെ ഇപ്പോഴതിൽ വ്യക്തത വരുന്നത് എങ്ങനെയാണ് അലക്സ്? റിജിത്ത്, BJPയുടെ 30 സംഘടനാ ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരായിട്ടുണ്ട്. ഇനി സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കണം. സംസ്ഥാന അധ്യക്ഷനെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് ദേശീയ അധ്യക്ഷനെ വീണ്ടും തീരുമാനിക്കുക. ആ ഒരു കടമ്പ പാർട്ടിയിൽ നടക്കുകയാണ്, BJPയിൽ നടക്കുകയാണ്. മനസ്സിലാകുന്നത് ചില പേരുകൾ നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്താൻ ചില പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഒപ്പം MT രമേശ്, അതുപോലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു V മുരളീധരന്റെ പേരുകളൊക്കെ സജീവമായി തന്നെ ആ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വിവരം ലഭിക്കുന്നത് BJPയുടെ ദേശീയ നേതൃത്വം ഒരുപക്ഷെ ഈ വരുന്ന സംസ്ഥാനത്തെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ 30 സംഘടനാ ജില്ലകളിലും പുതിയ ജില്ലാ അധ്യക്ഷന്മാരായി ഇനി ആ ജില്ലാ കമ്മിറ്റികൾ, അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെയും അതുപോലെ ആ കമ്മിറ്റികളും ഒക്കെ രൂപീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി പാർട്ടി മെഷീനറിയിൽ അത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ പാർട്ടി മെഷീനറി കൃത്യമായി തന്നെ ചലിപ്പിച്ച് ശീലമുള്ള ഒരാൾ തലപ്പത്തിരിക്കുന്നതാണ് നല്ലത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും എന്ന വിലയിരുത്തലാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം, ഇത് 5ാമത്തെ വർഷമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ആ പദത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 5 വർഷത്തെ പാർട്ടിയുടെ മുന്നേറ്റം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റം, അതുപോലെ വോട്ട് ഷെയറിലുണ്ടായ വർധനമൊക്കെ കെ സുരേന്ദ്രന് മെറിറ്റായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോഴും ഇതിൽ നിർണായകമാകുക പ്രധാനമന്ത്രിയുടെ നിലപാടായിരിക്കും എന്നാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം BJPയുടെ പാർട്ടി പാർലമെന്ററി ബോഡി യോഗം ഉടനെ ചേരുന്നുണ്ട്. ആ പാർലമെന്ററി ബോഡി യോഗത്തിൽ ഈ 5 വർഷം പൂർത്തിയായ ആൾ ഇനിയും സംസ്ഥാന പദത്തിൽ തുടരേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ തെറിക്കും. അങ്ങനെയെങ്കിൽ പുതിയ അധ്യക്ഷനെ തേടേണ്ടി വരും. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ MT രമേശിന്റെ പേരുണ്ട്, ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ട്, അതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ V മുരളീധരന്റെ പേരൊക്കെ സജീവമായി തന്നെയുണ്ട്. എന്താണെങ്കിലും ഈ ആഴ്ച തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. പ്രഹ്ലാദ് ജോഷിയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ളത്. ആ തീരുമാനം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം തന്നെ ഒരു സമവായം എത്തിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തന്നെ തുടരും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അലക്സ് റാം മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാടിൽ ഉറച്ച് CPI. കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് പ്രാധാന്യം. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട. പൊതുസമൂഹം എതിരാകുമെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നു. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇങ്ങനെ CPIയുടെ എതിർപ്പിനിടയിലും പദ്ധതിയുമായി മുന്നോട്ട് എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. CPI അനുനയിപ്പിക്കാം ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെ എന്നൊരു പ്രതീക്ഷയൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയില്ല, കടുത്ത നിലപാടാണെന്ന് CPI ആവർത്തിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? റിജിത്ത്, ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതും സർക്കാരുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളായിരുന്നു. ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാട് വീണ്ടും ചർച്ചയായത്. ജനുവരി 27 ചേർന്ന ആലപ്പുഴയിൽ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് പദ്ധതിക്കെതിരായ സമീപനം സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്നത്തെ തീരുമാനം. എലപ്പുള്ളി വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് വിഷയത്തിൽ CPI കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൃഷിക്കും കുടിവെള്ളത്തിനുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടുന്ന പ്രശ്നമാണ്. കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് അടക്കം പദ്ധതിക്ക് അനുകൂലമല്ല എന്ന് ഇന്ന് ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളാണ് കൃഷിക്കും മനുഷ്യ ഉപയോഗത്തിനുമുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം. ആ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. പൊതുസമൂഹം എതിരാകുമെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ധാരണ. കിഫ്ബി യൂസർ ഫീ ഉടൻ നടപ്പിലാക്കില്ല എന്ന വിലയിരുത്തലും CPI എക്സിക്യൂട്ടീവിൽ ഉയർന്നു. അതുകൊണ്ട് തന്നെ CPI ഈ കിഫ്ബി യൂസർ ഫീയുടെ കാര്യത്തിൽ ഉടൻ തന്നെ എതിർ നിലപാട് പരസ്യപ്പെടുത്തില്ല. CPIM-നും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരും ആലോചിച്ച് മാത്രമേ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരൂ എന്നാണ് CPI കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ യൂസർ ഫീക്കെതിരായ എതിർ നിലപാട് CPI പരസ്യപ്പെടുത്താത്തത്. ശരി, R. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് പ്രാധാന്യം. പൊതുജനങ്ങൾ എതിരാകുന്ന വിഷയങ്ങളിൽ മറിച്ചൊരു സമീപനം സ്വീകരിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുകയാണ്. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇപ്പോൾ തിരുവനന്തപുരം കല്ലറയിൽ നിന്ന് പുറത്തുവരുന്നൊരു വിവരം. അവിടെ തേനീച്ചയുടെ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോണി ലാൽ എന്നയാൾക്ക് പരിക്കൽപ്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീണ്ടും തോട്ടഭൂമിയിൽ അനധികൃത മരമുറി നീക്കവുമായി ഇടുക്കിയിലെ കുമളി ഗ്രാമപഞ്ചായത്ത്. നിയമവിരുദ്ധമായി കുമളി പഞ്ചായത്ത് മുറിച്ചു വാങ്ങിയ ചുരക്കുളം എസ്റ്റേറ്റ് ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റാനാണ് നീക്കം. മിച്ചഭൂമി കേസെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവുള്ള സ്ഥലമാണ് ചുരക്കുളം എസ്റ്റേറ്റിലേത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ചുരക്കുളം എസ്റ്റേറ്റിൽ കുമളി പഞ്ചായത്ത് 6 കോടി രൂപയ്ക്ക് വാങ്ങിയ 5 ഏക്കർ സ്ഥലത്തെ 506 മരങ്ങൾ മുറിക്കാനാണ് പഞ്ചായത്ത് സെക്രട്ടറി അപേക്ഷ നൽകിയത്. ഇതേ സ്ഥലം നിയമവിരുദ്ധമായി വാങ്ങിയതാണെന്ന് കണ്ടെത്തിയതോടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ സീലിംഗ് നടപടിക്ക് ഉത്തരവിട്ടതാണ്. 2023 സ്ഥലം തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചെങ്കിലും ഭരണസ്വാധീനം കൊണ്ട് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ആയുർവേദ ആശുപത്രി, സ്റ്റേഡിയം, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുന്നതിനായി മരങ്ങൾ മുറിക്കാൻ അനുമതി വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. തോട്ടഭൂമി കൃഷി ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെയാണ് മരങ്ങൾ അനധികൃതമായി വെട്ടിമാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിന്റെ ശ്രമം. ചട്ടവിരുദ്ധമായി വാങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളതുകൊണ്ട് ഇതിന് അനുമതി, മരം മുറിക്കുന്നതിന് അനുമതി കൊടുക്കാതെ വന്നപ്പോൾ ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സർക്കാരിൽ ഒരു നിയമ ഭേദഗതി വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായിട്ട് പഞ്ചായത്ത് മുമ്പോട്ട് പോയി. അതിൽ ഫോറസ്റ്റ് കൺസർവേറ്ററെ അതിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അതിൻ്റെ കൺവീനറാക്കിക്കൊണ്ട് മരം മുറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് പഞ്ചായത്ത് മുമ്പോട്ട് പോവുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് സോഷ്യൽ ഫോറസ്ട്രിക്ക് അപേക്ഷ നൽകിയിരുന്നു. സീലിംഗ് കേസ് ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥലമായതിനാൽ അനുമതി നിഷേധിച്ചു. നിയമവിരുദ്ധ ഇടപാട് സംബന്ധിച്ച് റവന്യൂ വകുപ്പിനൊപ്പം വിജിലൻസും സംസ്ഥാന ധനകാര്യ ഓഡിറ്റ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. വേണ്ടത്ര അനുമതിയില്ലാതെ സ്ഥലം വാങ്ങാൻ ഉപയോഗിച്ച 6.5 കോടി രൂപ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും തിരിച്ചടയ്ക്കണമെന്നും ഓഡിറ്റ് വിഭാഗം നിർദ്ദേശിച്ചിരുന്നു. 24 ഇടുക്കി.
ഖത്തർ അമീറുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വരുന്നു. സഹോദരന് സ്വാഗതം എന്നാണ് നരേന്ദ്രമോദി കുറിക്കുന്നത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ കർഷക സംഘടന. കേരള കർഷക യൂണിയനും കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ഘടകവും മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് AG's ഓഫീസ് മാർച്ച് നടത്തും. മലയോര മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AH ഹഫീസ് പറഞ്ഞു. വനംവകുപ്പ് മന്ത്രി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. വനം മന്ത്രി തന്റെ മിടുക്ക് കർഷക ജനതയെ സംരക്ഷിക്കുന്നതിലും കാണിക്കണം. കർഷകരുടെ നെഞ്ചത്ത് കയറാൻ ഉദ്യോഗസ്ഥരെ കയറൂരി വിടുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും ഹഫീസ് പറഞ്ഞു. വനം വകുപ്പ് മന്ത്രി പ്രതീക്ഷയ്ക്ക് അത്ര ഉയർന്നിട്ടില്ല. ആ വിഷമം ഞങ്ങൾക്ക് വളരെയുണ്ട്. കാരണം അദ്ദേഹം മിടുക്കനായ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്ക് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം ഈ അതേ മിടുക്കോടുകൂടി കേരള ജനതയുടെ കർഷക ജനതയുടെ വികാരം കൂടി പങ്കെടുക്കണം. പക്ഷേ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ കർഷകരുടെ നെഞ്ചത്ത് കയറാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കേരള കോൺഗ്രസിൻ്റെ കർഷക സംഘടനയ്ക്ക് പറ്റില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും പറ്റില്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഈ സമരവുമായിട്ട് ഞങ്ങൾ ഒരുപാട് സൂചന സമരങ്ങൾ നടത്തി. അപ്പം ഞങ്ങൾ നടത്തിയ സൂചനാ സമരങ്ങൾ കാണാത്തതുകൊണ്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കേരള കോൺഗ്രസ് കട്ടക്കലിപ്പിൽ തന്നെയാണ് ഈ കാര്യത്തിൽ. കർഷക യൂണിയനും കട്ടക്കലിപ്പിലാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം. സമരത്തിന് കേരള കോൺഗ്രസ് എമ്മിന്റെയും ചെയർമാൻ ജോസ് കെ മാണിയുടെയും പൂർണ്ണ അനുമതിയുണ്ട് എന്നും പാർട്ടി നേതാക്കൾ സമരത്തിൽ അണിചേരുമെന്നും AH ഹഫീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ വിവരം എന്താണ്? അതിനെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ നീക്കങ്ങൾ ഏത് ഘട്ടം വരെ എത്തി? കൂട് ബലപ്പെടുത്താനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ചില പ്രേക്ഷകർ നേരത്തെ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. ഈ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം അത് നാളെ ആരംഭിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനു മുന്നോടിയായി 3 കുങ്കിയാനകളെ അതിരപ്പിള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. കോടനാട്ടെ അഭയാരണ്യത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് ബലപ്പെടുത്തുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം തുടങ്ങിയ കുങ്കിയാനകളെയാണ് അതിരപ്പള്ളിയിൽ എത്തിച്ചത്. വെറ്റിലപ്പാറയിലെ അങ്കനവാടി കെട്ടിടത്തിന് സമീപമാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിൽ ഇവയുടെ സുരക്ഷ മുൻനിർത്തി പ്രത്യേക ഫെൻസിംഗ് വേലിയും ഒരുക്കിയിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിലെ എലിഫന്റ് ക്യാമ്പിൽ നിന്നും പ്രത്യേക ലോറികളിലെത്തിച്ച 3 കുങ്കികളും ദൗത്യം പൂർത്തീകരിച്ച ശേഷമാകും തിരികെ മടങ്ങുക. അതേസമയം എറണാകുളം കോടനാട്ടെ അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്താനുള്ള ജോലികളും ഒരു വശത്ത് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാറിൽ നിന്നും 100-ലധികം യൂക്കാലിപ്സ് മരങ്ങളാണ് ഇതിനായി കോടനാട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടെ കൂട് ബലപ്പെടുത്താൻ കഴിഞ്ഞാൽ ദൗത്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ സാധിക്കും. JCB ഉപയോഗിച്ചുള്ള കൂടിന്റെ ബലപരിശോധന കൂടി നാളെ നടക്കും. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് വൈകിട്ടോടെ അതിരപ്പള്ളിയിലേക്ക് എത്തും. ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചതിനു ശേഷമാകും കൊമ്പന് മയക്കുവെടി വെക്കാനുള്ള സമയം തീരുമാനിക്കുക. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലുള്ള കൊമ്പൻ ഇന്നും ജനവാസ മേഖലയിൽ ഇറങ്ങി. 24 തൃശൂർ. ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.